സഹോദരീ സഹോദരന്മാർ, ഭരണത്തിൻ്റെ സ്വാദ് എല്ലാ ജനങ്ങൾക്കും അനുഭവിക്കാനാകുമ്പോഴാണ് സാർത്ഥകമാകുന്നത്. നമ്മുടെ നാട്ടിൽ ജനങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അതേപോലെ ജനങ്ങൾ പല ആവശ്യങ്ങൾക്കായി എത്തിപ്പെടുന്ന ഒട്ടേറെ വകുപ്പുകളുണ്ട്. ഇവിടെ വരുന്നയാൾക്ക് തോന്നിയ ഒരു തോന്നലാണ് നേരത്തെ ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച വാട്സപ്പ് സന്ദേശം വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്തരമൊരു വികാരത്തിലേക്ക് എത്തിയ ഒരാളാണ് സന്ദേശം അയച്ചതെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ആ രീതിയിലുള്ള വികാരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ നന്മ ലാക്കാക്കിക്കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി നല്ല അംഗീകാരം ജനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് നൽകാറുമുണ്ട്. പക്ഷേ ഓഫീസുകളിൽ ചില ആവശ്യങ്ങളുമായി ചെല്ലേണ്ടി വരുന്ന ആളുകൾക്ക് തിക്തമായ ഒട്ടേറെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൻ്റെ തലം മാറുമ്പോൾ ഈ തിക്തതയുടെ കാഠിന്യവും കൂടി വരുന്നുവെന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന അനുഭവം. ഓരോ ആളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന വാശിയോടെ ഇരിക്കുന്ന ചില ദുർമുഖങ്ങൾ ഒരുപാട് ഓഫീസുകളിൽ കാലാകാലമായി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് പന്നിപ്പടക്കത്തെപ്പറ്റി ആ സന്ദേശം അയച്ചയാൾ ആലോചിക്കുന്ന നിലയുണ്ടായി. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക്, പൊതുപ്രവർത്തകർക്ക് പ്രത്യേകിച്ച്, ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ആ ഒരു സംസ്കാരം മാറ്റിയെടുക്കുന്നതിനുള്ള തീവ്രമായ ശ്രമമാണ് സർക്കാർ നടത്തിയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഈ ഓഫീസുകളിൽ പ്രവർത്തിയെടുക്കുന്ന ജീവനക്കാരാകെ മോശക്കാരല്ല എന്നുള്ളതാണ്. നല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന വിഭാഗമാണത്. പക്ഷേ ഒരു വിഭാഗം
വളരെ കൂടുതലൊന്നും വേണ്ട, ഒരു ചെറിയ വിഭാഗമായാൽ മതി. അവർക്ക് അവരുടേതായ കാര്യങ്ങളിലാണ് താല്പര്യം. തെറ്റായ രീതിയിൽ പലതും നടത്തുന്നതിനാണ് അത്തരം ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്നത്. അത് അവസാനിപ്പിക്കുന്നതിനുള്ള വലിയ ശ്രമം നാട്ടിലാകെ നടത്താനാണ് സർക്കാർ തയ്യാറായത്. അതിൻ്റെ ഭാഗമായി നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന് പറയുമ്പോഴും പൂർണ്ണമായി എന്നവകാശപ്പെടാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല. എന്നാൽ 900-ലധികം സർവീസുകൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടവ ഓൺലൈനാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനം പോലെ തന്നെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന റവന്യൂവിലും ഓൺലൈൻ സേവനത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാതൃകാപരമായ ഇടപെടലാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് 2024 ജനുവരി 1 കെ സ്മാർട്ടിന് തുടക്കം കുറിച്ചത്. വളരെ കാര്യക്ഷമമായി നടക്കാനിടയുള്ള ഒരു സംവിധാനമാണിത് എന്ന പ്രതീക്ഷയാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു കൊല്ലത്തെ അനുഭവം നമുക്കുണ്ട്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നടപ്പാക്കിയ അനുഭവം. ആ പ്രതീക്ഷക്കനുസരിച്ച് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അനുഭവം. ഇപ്പോൾ രണ്ടാം ഘട്ടമാണ്. ആ രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 14 ജില്ലാ പഞ്ചായത്തുകളിൽ ഇത് വ്യാപിപ്പിക്കുകയാണ്. അതായത് കേരളമാകെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സേവനങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് ഓഫീസിലേക്ക് നേരിട്ട് വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കാകെ ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമായി ഇത് മാറുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 33 ലക്ഷത്തിലധികം ഫയലുകൾ കെ സ്മാർട്ട് മുഖേന ഈ ഒരു വർഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ 25 ലക്ഷത്തോളം ഫയലുകളിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ 5 ലക്ഷത്തോളം ഫയലുകൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അധിക ജോലിയിലൂടെയും അവധി ദിവസം ജോലിയെടുത്തുമൊക്കെ തീർപ്പാക്കിയതാണ്. മാതൃകാപരമായ ഇടപെടലാണ് ഈ കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. 6 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണം 4 ലക്ഷമാണ്. ഒരു ദിവസത്തിനുള്ളിൽ തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണം 10 ലക്ഷത്തോളവുമാണ്.
അപ്പോൾ എത്രമാത്രം കാര്യക്ഷമവും ആത്മാർത്ഥവുമായ ഇടപെടലുകളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, ഇതിനുവേണ്ടി കാര്യക്ഷമമായും ആത്മാർത്ഥമായും പ്രവർത്തിച്ച എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. അതോടൊപ്പം ഈ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏവർക്കും ഇനി അങ്ങോട്ട് കഴിയണം എന്നുകൂടി ഓർമ്മിപ്പിക്കുക. ഓൺലൈനിൽ പൊതുജനങ്ങൾക്ക് സേവനം പൂർണ്ണമായി നൽകുന്നൊരവസ്ഥ ഇതോടെ വരുന്നു. അപേക്ഷകൾ, പരാതികൾ, അവയുടെയൊക്കെ നിജസ്ഥിതി അറിയുന്നതിനുള്ള സംവിധാനം ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് എന്ന് നേരത്തെ പറയുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് സേവനാവകാശ നിയമമുണ്ട്. അതനുശാസിക്കുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സ്ഥലകാല പരിമിതികളില്ലാതെ ലഭ്യമാക്കുന്നുവെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അപേക്ഷ നൽകുകയും ഫയൽ തീർപ്പാക്കുകയും ചെയ്ത അനുഭവം കാണിക്കുന്നത്. കേരളത്തിലെ സിവിൽ സർവീസിനും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സർവീസിനും എടുത്തു പറയേണ്ട ഒരു ചുവടുവെപ്പായി ഇത് മാറുകയാണ്. സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ സുതാര്യമായി ജനങ്ങൾക്ക് എത്തിക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അത് നടപ്പാക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിലുള്ളൊരു പ്രത്യേകത. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരം മുൻകൈകൾ ഉതകുക തന്നെ ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് ഒരു പുതിയ ഭരണ സംസ്കാരം നിലവിൽ വന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾ അനുഭവത്തിലൂടെ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അത് വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ളതാണ് എന്ന ഭരണ സംസ്കാരമാണ്. ഓരോ വർഷവും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അതിൻ്റെ ഭാഗമായാണ് നടപ്പാക്കിയത്. അതോടൊപ്പം പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ചില മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടികളും ഈ കാലയളവിൽ നാം നടപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഓഫീസ് സംവിധാനങ്ങൾ അത് സർക്കാർ സേവനങ്ങൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് അനുഭവിക്കുന്നതിന് ഇടയാക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപിത രൂപം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വകുപ്പിനെ ഏകീകരിച്ചുകൊണ്ട് മൂന്നായി നിന്നിരുന്ന നില മാറ്റി ഒരു വകുപ്പായി ഏകീകരിച്ച് അതിൻ്റെ കീഴിൽ സംയോജിത പദ്ധതി നടപ്പിലാക്കുന്ന നില വന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ അവയുടെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ സർക്കാരിനെയാണ്
വിലയിരുത്തുന്നത് എന്ന് നാം കാണണം. ഇപ്പോൾ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത്. സാധാരണ നിലക്ക് ഏറ്റെടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിനു പുറമേയുള്ള മറ്റൊട്ടേറെ കാര്യങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. അതിലെല്ലാം മികവാർന്ന രീതിയിലുള്ള ഇടപെടൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നു എന്ന പ്രത്യേകത നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലൈഫ് മിഷൻ മുഖേന വീടുകൾ ലഭ്യമാക്കുന്ന കാര്യം, മാലിന്യ നിർമ്മാർജ്ജന നില, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി സ്വീകരിക്കുന്ന നടപടികൾ, ഇതെല്ലാം ഓരോന്നും വലിയ തോതിൽ വിശദീകരിക്കേണ്ടവയാണ്. പക്ഷേ ഞാൻ ആ കാര്യത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇതിലെല്ലാം നല്ല പ്രവർത്തനമാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം കാലം മാറുകയാണ്. ആ മാറുന്ന കാലത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യയും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതിനനുസരിച്ച് സിവിൽ സർവീസിനെ നവീകരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാരിനുള്ളത്. അതിൻ്റെ ഭാഗമായാണ് കെ സ്മാർട്ട് മുഖേനയുള്ള സേവനങ്ങൾ എല്ലാ പഞ്ചായത്ത് തലത്തിലേക്കും വ്യാപിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യ നന്മയ്ക്കും സാമൂഹിക പരിവർത്തനത്തിനുമാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായി കാണുന്നത്. അതിന് സഹായകമാകും വിധം അവയുടെ സാർവത്രികമായ ലഭ്യത ഉറപ്പുവരുത്തുക എന്നത് പ്രധാനമാണ്. അതോടൊപ്പം അവയെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ യുവതയുടെ ശേഷി വികസിപ്പിക്കുകയാണ്. ഇത്തരം ഇടപെടലുകൾ ഇതിലൂടെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയും അതിനനുസൃതമായ നൂതനത്വ സമൂഹവുമായി കേരളത്തെ പരിവർത്തിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കേരളം മാത്രമാണ് ഇൻ്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനം. സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ ഫോൺ പദ്ധതി ആവിഷ്കരിച്ചതും നടപ്പാക്കുന്നതും. 2023 പൊതു ഇടങ്ങളിൽ സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരം 2000 ഹോട്ട്സ്പോട്ടുകൾ കൂടി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് കൂടുതലായി പ്രയോജനപ്പെടാനാണ് സർക്കാർ സേവനങ്ങൾ ഒന്നടങ്കം ഓൺലൈനായി ലഭ്യമാക്കുന്നത്. ഇത്തരത്തിൽ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ സമൂഹത്തിനാകെ ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കണക്ടിവിറ്റി ലഭ്യമാക്കിയാൽ മാത്രം പോരാ, ഇൻ്റർനെറ്റ് സങ്കേതങ്ങളും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിക്കാൻ പൊതുജനങ്ങളെ പ്രാപ്തരാക്കേണ്ടത് കൂടിയുണ്ട്. എങ്കിൽ മാത്രമേ ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായും എല്ലാവരിലേക്കും എത്തിച്ചേരുകയുള്ളൂ. അതിനുതകുന്ന ഒരു ഇടപെടലാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. അത് തദ്ദേശഭരണ സ്ഥാപന തലത്തിൽ നടപ്പാക്കി വരികയാണ്. അത് പൂർത്തിയാകുന്നതോടെ ഒരു ബൃഹത് സേവന ശൃംഖല തന്നെ രൂപപ്പെട്ടു വരും. നിമിഷങ്ങൾ കൊണ്ട് വ്യവസായം തന്നെ തുടങ്ങാൻ കഴിയുന്ന നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. ഇത്
ഇന്ന് രാജ്യമാകെ ചർച്ച ചെയ്യുകയാണ്. കേരളത്തിൻ്റെ സംരംഭകത്വ വികസനത്തിന് ആക്കം കൂട്ടുന്നതിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ദേശീയ തലത്തിൽ നേട്ടം കൈവരിക്കാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതിലും തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇവിടെയും മനോഭാവം മാറിയതിൽ ഏറ്റവും ഒരുപാട് പ്രധാന ഘടകങ്ങളുണ്ട് എന്നുള്ളത് നാം കാണണം. നേരത്തെ ചില സ്ഥാപനങ്ങൾ വരുമ്പോൾ എന്തോ ഒരു ശത്രു വരുന്നു എന്നുള്ള മട്ടിൽ കണ്ടിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നതിന് പകരം എന്തെല്ലാം മുടക്കുകൾ ഇടാൻ പറ്റും എന്നാലോചിച്ച ഒരു കാലമുണ്ടായിരുന്നു. അത് നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് തടസ്സം സൃഷ്ടിക്കും എന്ന തിരിച്ചറിവോടെ തന്നെ ആ മനോഭാവത്തിൽ മാറ്റം വരണം എന്ന നിലപാട് ശക്തമായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. അതിന് അതിൻ്റേതായ ഗുണഫലമുണ്ടായി. നേരത്തെ വിപരീതമായി ചിന്തിച്ചവരടക്കം അനുകൂലമായി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഏതൊരു സംരംഭമായാലും അത് ചെറുതായാലും വലുതായാലും നാടിന് പലതരത്തിൽ ഗുണകരമായിട്ടുള്ളതാണ്. നാടിന് ദോഷം ചെയ്യുന്ന ഒരു സംരംഭത്തെയും നാം സാധാരണ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതിക്ക് ദോഷം വരുന്നവയാണ്. അതല്ലാത്ത സംരംഭങ്ങളെല്ലാം നാടിന് ഗുണം ചെയ്യുന്നതാണ്, ആളുകൾക്ക് തൊഴിൽ നൽകുന്നതാണ്, നാടിൻ്റെ വികസനത്തിന് വഴിവെക്കുന്നതാണ്. അപ്പോൾ ആ വരുന്നയാൾ അവരവരുടെ ലാഭം ഉദ്ദേശിക്കുന്നുണ്ടാവും, ചെറുതായാലും വലുതായാലും അതിനനുസരിച്ചുള്ള ലാഭം ഉദ്ദേശിക്കുന്നുണ്ടാവും. പക്ഷേ ആ സംരംഭം വരുന്നതിലൂടെ നാടിന് വലിയ സേവനമാണ് നൽകുന്നത്. ആ ഒരു മനോഭാവത്തോടെ അവരെ കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു മനോഭാവം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും അവയിലെ ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞു എന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്, അവർ വഹിച്ച ശ്ലാഘനീയമായ പങ്കിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരമൊരവസ്ഥയിലേക്ക് നാട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് നമ്പർ 1 എന്ന നില നേടിയത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ, അർഹരായവർക്ക് ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം ലഭ്യമാക്കുന്ന കാര്യത്തിൽ നിമിഷങ്ങൾ മാത്രമേ വേണ്ടിവരൂ എന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാണ് കെ സ്മാർട്ട്. ഇതാണ് നാം കാണേണ്ട ഏറ്റവും പ്രധാന കാര്യം. ഈ നേട്ടത്തിലേക്ക് എത്തുന്നതിന് ബന്ധപ്പെട്ട എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം സഹായിച്ചിട്ടുണ്ട്. തുറന്നും ആ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ് എന്നത് ഒന്നുകൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ഈ കെ സ്മാർട്ട് സേവനങ്ങൾ ത്രിതല പഞ്ചായത്ത് തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.